എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഉണ്ണിമുതൻ എന്നെ മർദ്ദിച്ചു. രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു. മോനെ ഓവനക്കുട്ട മോനൊന്ന് എഴുന്നേറ്റ്. കുഴപ്പമൊന്നുമില്ലല്ലോ. മോനൊന്ന് നേരെ നിന്നല്ലോ. നിന്നച്ചാ എന്നെ തല്ലിയല്ലേ? ഇറങ്ങണ വെളിയില്. പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം ചോട്ടും. ഈ ഉണ്ണി മുകുന്ദനെതിരായ കേസ്, അതാണ് ഇപ്പൊ സിനിമാ രംഗത്ത് നിന്നുള്ള ഒരു വിവാദം. അപ്പൊ ഉണ്ണി മുകുന്ദനെതിരായ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് മർദ്ദനമേറ്റ മുൻ മാനേജർ വിപിൻ കുമാർ മനോരമ ന്യൂസിനോട്. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഉണ്ണി മുകുന്ദന്റെ വിശദീകരണം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നത് ഒരു കാരണവശാലും ഞാൻ ദേഹോദരം ഏൽപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ വിപിന്റെ കണ്ണട അത് ഊരി ഞാൻ പൊട്ടിച്ചു എന്ന് ഉണ്ണി പറയുന്നുണ്ട്. എന്നെ ആക്രമിക്കാൻ വന്നതാണ്, ആക്രമിക്കുന്ന മോട്ടീവിൽ വന്നതാണ്. അതിന് വളരെ ഷോക്കായി. ഞാൻ ആ ട്രോമയിൽ ഇതുവരെ മാറിയിട്ടില്ല. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. CCTV കാര്യം പറഞ്ഞപ്പോൾ CCTVയിൽ അങ്ങനെ ഒരു ദൃശ്യമില്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ ഒരു ഫേക്ക് വ്യാജ വാർത്തയായിരുന്നു. അതെന്നെ ഒരുപാട് ബാധിച്ചു. സോറി മാഡം, എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉണ്ണി മുകുന്ദൻ ആൻഡ് ദ മാനേജർ, അത് തന്നെയാണ് വിഷയം. പക്ഷെ ഇന്ന് നമ്മളെ ഹൈദർബായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഇടിയുടെ വിഷ്വൽസ് CCTV ഫുട്ടേജിൽ കിട്ടിയത് പോലീസുകാരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഹൈദർബായി കൃത്യമായി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഒരു കോൾ റെക്കോർഡൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹലോ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഒരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു. യെസ്, ചോദിച്ചോളൂ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടുകൊണ്ട് അടിസ്ഥാനത്തിൽ അതിനകത്ത് ഒരു വാർത്ത, ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു. ആ പോലീസ് CCTV ദൃശ്യങ്ങൾ എടുത്തു. അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല, അതിൽ കഴമ്പില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നു. അതിന്റെ വാസ്തവം എന്നറിയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ. സാർ, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ബെയില് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയില് എല്ലാവരും പലതും കണ്ടു കാണും, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.